ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കൊറിയൻ സിനിമയാണ്. സൗത്ത് കൊറിയൻ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറായ സൂവും നോർത്ത് കൊറിയൻ സെക്യൂരിറ്റി ഓഫീസർ ക്യാപ്റ്റൻ പാർക്ക് ജിയോണും അവരവരുടെ രാജ്യത്ത് നടക്കുന്ന ക്രൈമുകളുടെയും കള്ളപ്പണ ഇടപാടുകളെയും ഒപ്പം നോർത്ത് കൊറിയൻ സ്ത്രീകളെ ഉപയോഗിച്ച് നോർത്ത് കൊറിയ നടത്തുന്ന അനധികൃത മരുന്ന് കച്ചവടങ്ങളും അന്വേഷിക്കാനായിട്ട് ഇവർ റഷ്യയിലേക്ക് പോകുന്നതാണ്. നോർത്ത് കൊറിയൻ സൗത്ത് കൊറിയൻ കോൺഫ്ലിക്ട്സ് പല കൊറിയൻ സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഈ സിനിമയും കണ്ടിരിക്കാൻ നല്ല രസമാണ്, ഒട്ടും ബോറടിക്കില്ല. അപ്പോൾ നമുക്ക് അടുത്ത ബെല്ലോടുകൂടി നേരെ സിനിമ കാണാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇനി മുതൽ മുടങ്ങാതെ വീഡിയോ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്സ്, കമൻറ്റ്സ് എന്നിവ വാരി വിതറാനും മറക്കരുത്. സിനിമയുടെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് സൂവിനെയാണ്. ആള് സൗത്ത് കൊറിയൻ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറാണ്. ഈ സിനിമയുടെ പേര് ഹ്യൂമിൻ്റ് എന്നാട്ടോ. ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഹ്യൂമിൻ്റ്. മാനേജർ സൂ പോകുന്നത് മഹഡോർ എന്നൊരു സ്ഥലത്തേക്കാണ്. ഈ മഹഡോർ പൊതുവെ സെക്സ് വർക്കേഴ്സ് താമസിക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. സൂ അവിടേക്ക് ചെന്നത് അവിടെ സെക്സ് വർക്ക് ചെയ്യുന്ന റിൻ എന്നൊരു സ്ത്രീയെ കാണാനാണ്. റിന്നിൽ നിന്നും നോർത്ത് കൊറിയയെക്കുറിച്ചും അവർ നടത്തുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് അറിയാനാണ് മാനേജർ സൂ ഇപ്പോൾ അവിടെ ചെന്നിരിക്കുന്നത്. റിന്ന് നോർത്ത് കൊറിയക്കാരിയാണ്. അവളെ ഒരു റഷ്യൻ മാഫിയ ഗ്യാങ്ങാണ് ഈ മഹഡോറിലുള്ളവർക്ക് വിറ്റത്. മാനേജർ സൂ മുറിയിൽ കയറിയ ഉടനെ അവൻ ആ കൊണ്ടുവന്ന ഫോണിൽ വീഡിയോ കോൺഫറൻസ് വഴി സൗത്ത് കൊറിയൻ ഇൻ്റലിജൻസ് ചീഫിനെ വിളിക്കും. ഒപ്പം അവളുടെ ഈ ഹാർട്ട് ബീറ്റ്സ് ഉൾപ്പെടെയുള്ള വൈറ്റൽസ് അറിയാനായിട്ട് കയ്യിലൊരു ബാൻഡും കെട്ടിക്കൊടുക്കും. ഇത് ഇൻ്റലിജൻസ് അസിസ്റ്റൻ്റ് യൂജിൻ ചെക്ക് ചെയ്തിട്ട് റിൻ ഓക്കെ ആണെന്ന് സൂവിനോട് പറയും. റിന്നിൻ്റെ ശരീരം മൊത്തം റഷ്യക്കാരും പിന്നെ ഇപ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സും ഉപദ്രവിച്ചവൻ്റെ പാടുകളാണ്. ചോദ്യം ചോദിക്കാനിരുന്ന മാനേജർ സൂവിന് റിന്ന് അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ബ്രേസ്ലെറ്റ് സമ്മാനമായിട്ട് കൊടുക്കും. അവനത് സന്തോഷത്തോടെ എടുത്തിട്ട് ഈ ജോലി ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് എനിക്കൊരു സമ്മാനം കിട്ടുന്നതെന്ന് പറഞ്ഞ് അതെടുത്ത് കയ്യിലിടും. റിന്നിനോട് അവൾ അവിടെ എത്തിയ കഥ ഒരിക്കൽ കൂടി ചോദിച്ചറിയാൻ ചീഫ് ജങ് ആവശ്യപ്പെടും. റിന്ന് നോർത്ത് കൊറിയയിൽ അവളുടെ മോനെയും ഭർത്താവിനെയും തനിച്ചാക്കി കൂടുതൽ പണം ഉണ്ടാക്കാനായിട്ട് ഡോളർ ഇരട്ടിപ്പിക്കാനായി ഒരു മാഫിയ ഗ്യാങ്ങിനൊപ്പം റഷ്യയിലേക്ക് പോയതാണ്. ഈ ഗ്യാങ് റഷ്യൻ ഗവൺമെൻറ്റിന് സംശയം തോന്നാതിരിക്കാൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന സ്ത്രീകളെ അവിടെ ഒരു ബാർ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് നിർത്തും. എന്നാൽ ഒരു ദിവസം നോർത്ത് കൊറിയൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്ക് ഈ റെസ്റ്റോറൻറ്റിൽ സംശയം തോന്നും. അങ്ങനെ അവരവിടെ പരിശോധിക്കും. റിൻ ഉൾപ്പെടെയുള്ള ചില സ്ത്രീകളോട് തിരികെ നോർത്ത് കൊറിയയിലേക്ക് പോകാൻ അവർ ആവശ്യപ്പെടും. ഒപ്പം പോകാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്നാൽ തിരികെ നോർത്ത് കൊറിയയിലേക്ക് പോകാനായിട്ട് പോർട്ടിലേക്ക് പോകാനിറങ്ങിയ റിന്നിനെ ഒരു റഷ്യൻ മാഫിയ ഗ്യാങ് തട്ടിക്കൊണ്ടുപോകും. അവരവളെ കൊണ്ടുപോയത് സെക്സ് വർക്കിനാണ്. അങ്ങനെ കൈമറിഞ്ഞാണ് റിൻ ഇപ്പോൾ ഈ മഹഡോറിൽ എത്തിയിരിക്കുന്നത്. റിന്നിൻ്റെ ശരീരത്തിൽ പലപ്പോഴും മരുന്നുകൾ കുത്തിവെച്ചിട്ടാണ് റഷ്യക്കാർ അവളെ ഉപദ്രവിച്ചത്. മരുന്നെന്ന് ഞാൻ പറയുന്നത് ഡ്രഗ്സ് ആണ് കേട്ടോ. ഈ മരുന്ന് കുത്തിവെച്ചെന്ന് കേട്ട ചീഫ് ജാങ് ആ മരുന്നുകളുടെ പേരൊക്കെ എന്തെങ്കിലും അവൾക്ക് അറിയാമോ എന്ന് ചോദിക്കാൻ സൂവിനോട് ആവശ്യപ്പെടും. എങ്കിൽ മാത്രമേ അവളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി തിരികെ നോർത്ത് കൊറിയയിലേക്ക് വിടാൻ പറ്റൂ എന്ന് പറയും. ഇത് കേട്ട മാനേജർ സൂ ഞെട്ടിപ്പോകും. കാരണം ഇവിടെ വരുന്നതിന് മുമ്പ് മാനേജർ സൂവിനോട് ഈ ചീഫ് പറഞ്ഞത് റിന്നിൻ്റെ അടുത്തുനിന്ന് തിരിച്ചിറങ്ങി ഏകദേശം 2 മണിക്കൂർ കഴിയുമ്പോൾ പോലീസ് അവിടെത്തി റിന്നിനെ രക്ഷിക്കുമെന്നാണ്. നിലവിൽ റിൻ അവൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവളെ രക്ഷിക്കാൻ ഇൻ്റലിജൻസ് ശ്രമിക്കത്തില്ലെന്ന് സൂവിന് മനസ്സിലായിട്ട് അവൻ ചീഫിനോട് ദേഷ്യപ്പെടും. ഇത് മനസ്സിലാക്കിയ റിൻ ആണെങ്കിൽ അവളെ അവിടെ ഇട്ടിട്ട് പോകരുതെന്നും പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങും. റിന്നിൻ്റെ ബഹളം കേട്ട് പുറത്തു നിൽക്കുന്ന കാവൽക്കാർ ഗുണ്ടകൾ വന്നാൽ ഓഫീസർ സൂ അപകടത്തിൽപ്പെടുമെന്ന് മനസ്സിലാക്കിയ ചീഫ് എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സൂവിനോട് ആവശ്യപ്പെടും. സൂ ആണെങ്കിൽ റിന്നിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും മുറിയിലെ ബഹളം കേട്ട് നടത്തിപ്പുകാരൻ കൊച്ചെറുക്കൻ വാതിൽ വന്ന് തട്ടാൻ തുടങ്ങും. എന്നിട്ട് അവൻ 3 കസ്റ്റമേഴ്സുമായിട്ട് അകത്തേക്ക് വരും. മാനേജർ സൂവിനെ തള്ളി പുറത്താക്കിയിട്ട് ഈ ഓണർ കൊച്ചിറക്കം കൊണ്ടുവന്ന 3 പേരും ചേർന്ന് റിന്നിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ട സൂ എല്ലാത്തിനെയും പെറുക്കിയെടുത്തിട്ട് അങ്ങ് അലക്കും. എന്നാൽ ഇതിനിടെ ഈ ഓണർ കൊച്ചിറക്കൻ അവളുടെ ശരീരത്തിലേക്ക് അമിതമായ അളവിൽ മരുന്ന് ഇഞ്ചക്ട് ചെയ്യും. അവനെ സൈഡാക്കി സൂ നിലത്ത് കിടന്ന് വിറയ്ക്കുന്ന റിന്നിനെ പൊക്കിയെടുത്ത് നേരെ അവരുടെ ഇൻ്റലിജൻസ് ഓഫീസിലേക്ക് പോകും. ഈ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഓഫീസിൽ. അവിടെ എത്തിച്ചിട്ടും റിന്നിനെ രക്ഷിക്കാൻ അവർക്കാകുന്നില്ല. ഈ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് ചീഫ് ജാങ്ങും മാനേജർ സൂവും അസിസ്റ്റൻ്റ് യൂജിനും അങ്ങനെ ഇൻ്റലിജൻസിൻ്റെ ഓഫീസിലെത്തും.
റിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഹെഡിനെ അറിയിക്കും. അതായത് നോർത്ത് കൊറിയ അവരുടെ രാജ്യത്തിലെ സ്ത്രീകളെ മറ്റ് രാജ്യങ്ങളിൽ മരുന്ന് കച്ചവടത്തിനും ഒപ്പം ആ നാട്ടിലെ കള്ളപ്പണം സംഘടിപ്പിക്കാനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം സൗത്ത് കൊറിയയെ തകർക്കുക എന്നതാണ്. റഷ്യ വഴി ചൈന, യൂറോപ്പ് തുടങ്ങി സൗത്ത് ആഫ്രിക്കയിൽ വരെ നോർത്ത് കൊറിയയ്ക്ക് മരുന്ന് കച്ചവടമുണ്ട്. ഈ മരുന്നുകൾ ഈ സ്ത്രീകളും ഉപയോഗിക്കാറുണ്ട്. ഈ മരുന്നുകൾ സേഫായി കടത്താനും കള്ളപ്പണം സമ്പാദിക്കാനും വേണ്ടിയുള്ള ട്രെയിനിങ്ങിനായിട്ട് നോർത്ത് കൊറിയ ഈ യുവതികളെ വ്ളാഡിവസ്റ്റോക്കിലെ നോർത്ത് കൊറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്കെന്ന വ്യാജേന അയക്കും. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ആ റെസ്റ്റോറൻറ്റിലെ സ്ത്രീകൾ ഇത്തരം ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നത് അറിയാൻ പറ്റില്ല. ഇതിനെല്ലാം റഷ്യയിലെ നോർത്ത് കൊറിയൻ സെക്യൂരിറ്റി വിങ്ങിൻ്റെ സപ്പോർട്ടുമുണ്ട്. ഈ നോർത്ത് കൊറിയൻ സെക്യൂരിറ്റി വിങ്ങും റഷ്യയിലെ മാഫിയയും തമ്മിലുള്ള അന്തർധാര സജീവമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി ലോകത്തെയും സൗത്ത് കൊറിയയും രക്ഷിക്കാനായിട്ട് മാനേജർ സൂവിനോട് വ്ളാഡിവസ്റ്റിലേക്ക് പോകാനായിട്ട് ഇൻ്റലിജൻസ് ഹെഡ് ആവശ്യപ്പെടും. വ്ളാഡിവസ്റ്റിലെത്തിയ മാനേജർ സൂ നേരെ പോകുന്നത് ആ നോർത്ത് കൊറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെ തന്നെയാണ് നേരത്തെ റിന്നും ജോലി ചെയ്തിരുന്നത്. അവിടെ അവനെ സഹായിക്കാനായിട്ട് ഒരു റഷ്യക്കാരനെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഓണർ എന്ന രീതിയിലാണ് സൂ ഇപ്പോൾ റഷ്യയിലെത്തിയിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് നിൽക്കുന്ന എല്ലാവരും നോർത്ത് കൊറിയയിൽ നിന്ന് തന്നെയുള്ളവരാണ്. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ സിയൂണിനെയാണ് സൂവിൻ്റെ അടുത്തേക്ക് മാനേജർ സ്ത്രീ വിടുന്നത്. സൂ ലക്ഷ്യം വെച്ച് വന്നതും സിയൂണിനെ തന്നെയായിരുന്നു. നോർത്ത് കൊറിയയിലെ സ്ത്രീകൾ റഷ്യയിലെത്തുന്നത് ബ്രോക്കർമാർ വഴിയാണ്. പലപ്പോഴും നിഷ്കളങ്കരായ യുവതികളെയും ചൈനയിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് ഈ ബ്രോക്കർമാർ റഷ്യയിലെത്തിക്കുന്നത്. എന്നിട്ട് അവരെ സെക്സ് വർക്കിനായിട്ട് ഉപയോഗിക്കും. അതിനായിട്ടാണ് ബ്രോക്കർ കുട്ടപ്പൻ നോർത്ത് കൊറിയയിലെ 4 യുവതികളെ ഇപ്പോൾ റഷ്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ സ്ത്രീകളെ റഷ്യൻ മാഫിയ തലവൻ അലക്സിക്ക് കൈമാറും. എന്നാൽ അപകടം മനസ്സിലാക്കിയ ഒരു പെൺകുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും അലക്സി അവളെ വെടിവെച്ചിടും. എന്നിട്ട് ബാക്കിയുള്ളവരെ കാറിനകത്തേക്ക് കയറ്റും. ഈ ബ്രോക്കർ കുട്ടപ്പൻ്റെ കയ്യിൽ ബിങ്ഡു എന്നും പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അതവൻ അലക്സിക്ക് കൊടുക്കും. എന്നിട്ട് നിനക്കിത് ഇഷ്ടപ്പെട്ടാൽ ഇവിടുത്തെ നോർത്ത് കൊറിയൻ കോൺസുലേറ്റ് ജനറൽ തന്നെ ബൾക്കായിട്ട് ഈ സാധനം നിനക്ക് എത്തിച്ചു തരുമെന്ന് അറിയിക്കും. ബിങ്ഡു സാമ്പിൾ ചെക്ക് ചെയ്ത അലക്സിന് അത് എ ക്ലാസ് മരുന്നാണെന്ന് മനസ്സിലാവും. ഈ യുവതികളിൽ തന്നെ ആദ്യം അത് പരീക്ഷിക്കാനാണ് ഇവരുടെ പ്ലാൻ. യുവതികളെ കൈമാറി ആ പണവും കൊണ്ട് കാമുകിക്കൊപ്പം കറങ്ങാൻ പോയ ബ്രോക്കർ കുട്ടപ്പൻ തിരികെ വീട്ടിലെത്തി വാതിലടച്ചതും വീടിനകത്ത് ഒരാളിരുന്ന് ഡാർട്ടിങ്ങിനെ അവൻ്റെ നേരെ എറിഞ്ഞു കളിക്കും. ചന്നം ഭിന്നം ഡാർട്ട് വരുന്നത് കണ്ട ബ്രോക്കർ കുട്ടപ്പന് അതൊരു പണിയാണെന്ന് മനസ്സിലാവും. കാമുകി അപ്പോഴേക്കും അവിടുന്ന് സ്കൂട്ടാവുന്നുണ്ട്. പക്ഷേ ബ്രോക്കർ കുട്ടപ്പൻ പെട്ടുപോകും. ഈ ഡാർട്ട് എറിഞ്ഞ് കളിച്ചതാണ് രണ്ടാമത്തെ ഹീറോ, നോർത്ത് കൊറിയൻ സെക്യൂരിറ്റി ക്യാപ്റ്റൻ പാർക്ക് ജി. നോർത്ത് കൊറിയയിൽ നിന്നും കാണാതായ സ്ത്രീകളെ അന്വേഷിക്കാനാണ് ജിയോൺ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒപ്പം കോൺസുലേറ്റ് ജനറൽ ഇതിലൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം. കൂടുതൽ ചോദ്യം ചെയ്യാനായിട്ട് ജിയോണ് ബ്രോക്കർ കുട്ടപ്പനെ കോൺസുലേറ്റിലേക്ക് കൊണ്ടുപോകും. ജിയോൺ എത്തിയത് റഷ്യയിലെ ഈ നോർത്ത് കൊറിയൻ കോൺസുലേറ്റിലെ മറ്റ് ഉദ്യോഗസ്ഥർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ബ്രോക്കർ കുട്ടപ്പനെ ജിയോൺ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതും പെട്ടെന്ന് അവിടേക്ക് ജനറൽ വരും. റഷ്യയിലേക്ക് വന്നിറങ്ങിയതും റെസ്റ്റ് പോലും എടുക്കാതെ നീ കേസന്വേഷണത്തിൻ്റെ പിന്നാലെ പോയോന്ന് ജിയോണിനോട് ചോദിച്ചിട്ട് ജനറൽ കുട്ടപ്പനൊരു പേപ്പറും പേനയും കൊടുത്തിട്ട് നിനക്ക് പറയാനുള്ളതെല്ലാം ഇതിലേക്ക് എഴുതാനായിട്ട് ആവശ്യപ്പെടും. ഇത് ഈ ഒരു ജനറലിൻ്റെ രീതിയാണ്. അയാൾ കുറ്റവാളികളെ കൊണ്ട് 2 തവണ പേപ്പറിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതി വാങ്ങിയിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കും. കള്ളമാണ് പറയുന്നെങ്കിൽ എഴുതുന്ന കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും. അങ്ങനെ കള്ളം കണ്ടുപിടിക്കാൻ പറ്റും. അവ സമാധാനമായിട്ട് എല്ലാം ഓർത്തെടുത്ത് എഴുതട്ടെ, അപ്പോഴേക്കും നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ജനറൽ എല്ലാവരെയും പുറത്തിറക്കും. ജനറലിനെ സംശയമുള്ളതുകൊണ്ട് ജിയോണ് ആരും കാണാതെ ഒരു റെക്കോർഡർ അവിടുത്തെ മേശയുടെ അടിയിൽ വെക്കും. അതുമല്ല, വീഡിയോ റെക്കോർഡർ ഓൺ ചെയ്തിട്ടാണ് ഇവർ പുറത്തേക്ക് പോയതും. ചായ കുടിക്കാനായിട്ട് ജനറൽ ജിയോണിനെ കൊണ്ട് പോകുന്നത് നോർത്ത് കൊറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവരെ കണ്ടതും മാനേജർ ലേഡി ഓടിച്ചെന്നവരെ സ്വീകരിക്കും. കാരണം ജനറലിനോട് അവർക്ക് നല്ല പരിചയവും ബഹുമാനവും ഉണ്ട്. ഇവിടുത്തെ സ്ത്രീകൾ നടത്തുന്ന ഈ പണമിടപാട് പരിപാടികളിൽ ജനറലിനും പങ്കുണ്ട്. ജിയോൺ എത്തിയിരിക്കുന്നത് തന്നെക്കുറിച്ചും കൂടി അന്വേഷിക്കാൻ വേണ്ടിയാണെന്ന് ജനറലിന് നല്ലപോലെ അറിയാം. അയാൾ അതിനെക്കുറിച്ച് അവനോട് തുറന്നു ചോദിക്കും. ഒപ്പം നൈസായിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല എന്ന ലൈനാണ് ജിയോണിൻ്റേത്. അപ്പോഴാണ് അവർക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന സിയൂണിനെ അവൻ കാണുന്നത്. അവളും അവനെ കണ്ടൊന്ന് ഞെട്ടുന്നുണ്ട്.
ഇവർ രണ്ടുപേരുടെയും മുഖഭാവങ്ങളെല്ലാം ജനറൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ ജിയോണിനോട് ഈ സിയൂൺ ഇവിടുത്തെ നമ്പർ 1 കള്ളപ്പണക്കാരിയാണ്, അവളാണ് ഈ പണമൊക്കെ എക്സ്പേർട്ടായിട്ട് മാറുന്നതെന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഒപ്പം നിനക്കവളെ പരിചയമുണ്ടോ എന്നും തിരക്കും. അതിന് ജിയോൺ മറുപടിയൊന്നും പറയില്ല. അപ്പോഴാണ് സിയൂൺ ഒരു പാട്ട് പാടാനായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത്. ജിയോണും സിയൂണും തമ്മിൽ പണ്ട് പ്രണയത്തിലായിരുന്നു. എന്നാൽ സിയൂണിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നതോടെ സിയൂൺ പതിയെ ജിയോണിൽ നിന്നും അകന്നു. അവളിപ്പോൾ പാടുന്ന പാട്ട് സിയൂൺ പണ്ട് അവന് പാടിക്കൊടുത്ത പാട്ടായിരുന്നു. ഇവർ പിരിഞ്ഞ ശേഷം ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത്. അവനിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോൺസുലേറ്റിൽ നിന്നും ബ്രോക്കർ കുട്ടപ്പൻ മരിച്ചെന്നും പറഞ്ഞ് ഫോൺ വരുന്നത്. ഇത് കേട്ട ജിയോണ് വേഗം കോൺസുലേറ്റിലെത്തും. ജനറൽ കൊടുത്ത പേപ്പറിൽ കുട്ടപ്പൻ പൈസയ്ക്ക് വേണ്ടി എല്ലാ കുറ്റങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്തത്, ആർക്കും ഇതിലൊന്നും പങ്കില്ല, കൂടാതെ അവൻ്റെ കുടുംബത്തിനും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എഴുതാൻ കൊടുത്ത പേന ഉപയോഗിച്ചാണ് ബ്രോക്കർ കുട്ടപ്പൻ സ്വയം മരിച്ചിരിക്കുന്നത്. ജനറൽ ഇതെല്ലാം വായിച്ചിട്ട് ഈ കേസ് അങ്ങ് ക്ലോസ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ട ജിയോണ് നോർത്തിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന യുവതികളെ ഇവിടെ ആർക്കാണ് അവൻ എത്തിച്ചു കൊടുത്തതെന്ന് അതിൽ എഴുതിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. ഇനിയിപ്പം അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ എന്തെന്ന് ചോദിക്കുമ്പോൾ അത് അവന് കുറ്റസമ്മതം എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ കളയണ്ടെന്ന് കരുതി ഓഫ് ചെയ്തെന്ന് അവിടുത്തെ അസിസ്റ്റന്റ് പറയും. ഉടനെ ജനറൽ കസ്റ്റഡിയിലിരുന്ന കുട്ടപ്പൻ സ്വയം മരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ റിപ്പോർട്ടാക്കി അയക്കാൻ പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകും. നേരത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്ന റെക്കോർഡർ തപ്പിയ ജിയോണിൻ്റെ അടുത്തേക്ക് ഒരു ഓഫീസർ വന്നിട്ട് തകർന്നു പോയ ആ റെക്കോർഡർ കാണിച്ചിട്ട് കുട്ടപ്പൻ മരിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ റെക്കോർഡാണ് നശിപ്പിച്ചതെന്ന് പറയും. സിയൂൺ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലെ സ്ത്രീകൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊപ്പം അവർ താമസിക്കുന്ന ഹോട്ടലുകളിലേക്കും പോകാറുണ്ട്. അതിനിവർക്ക് പ്രത്യേകം പൈസ കൊടുക്കും. സൂവിനെ സഹായിക്കാനായി വന്ന റഷ്യക്കാരൻ പലപ്പോഴും സിയൂണിനെ അയാൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇത്തവണയും റഷ്യക്കാരൻ വിളിച്ചിട്ട് അവൾ നേരെ ആ ഹോട്ടലിലേക്ക് ചെല്ലും. എന്നാൽ അവിടെ ഉള്ളത് ശരിക്കും മാനേജർ സൂ ആണ്. സൂ നേരത്തെ റിന്നിനോട് ചോദിച്ചതുപോലെ സിയൂണിനോടും കയ്യിൽ ബാൻഡ് കെട്ടിക്കൊടുത്തിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങും. സൂ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാനായിട്ട് സിയൂൺ സമ്മതിക്കാൻ കാര്യം മാനേജർ സൂ അവളുടെ അമ്മയ്ക്ക് ക്യാൻസർ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ കൊണ്ടു കൊടുക്കുന്നുകൊണ്ടാണ്. കൂടാതെ പണവും കൊടുക്കും. ഒപ്പം സൗത്ത് കൊറിയൻ ഗവൺമെൻറ്റിനോട് സംസാരിച്ചിട്ട് അവളുടെ അമ്മയ്ക്ക് ആവശ്യമായ ചികിത്സ സോളിൽ തരപ്പെടുത്തി കൊടുക്കാമെന്ന് വാഗ്ദാനവും കൊടുത്തിട്ടുണ്ട്. ഇത്തവണ സിയൂൺ അവൾക്കും അമ്മയ്ക്കും സോളിൽ താമസിക്കാൻ കൂടി അനുവാദം നൽകാമോ എന്ന് ചോദിക്കും. റഷ്യയിലും തിരികെ നോർത്ത് കൊറിയയിലും നിൽക്കാൻ ഇനി അവൾക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഇങ്ങനൊരു താല്പര്യം തോന്നാൻ കാരണം എന്താണെന്ന് സൂ ചോദിക്കുമ്പോൾ അവളെ വളരെ നന്നായി അറിയാവുന്ന ഒരാൾ റഷ്യയിലെത്തി, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാനോ തിരികെ നോർത്ത് കൊറിയയിലേക്ക് പോകാനോ താല്പര്യമില്ലെന്ന് അവൾ പറയും. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ സിയൂണിന് അത്ര താല്പര്യവുമില്ല. പിന്നീട് റെസ്റ്റോറൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ സിയൂൺ സൂവിനെ അറിയിക്കും. ഒപ്പം നോർത്ത് റെസ്റ്റോറൻറ്റിൽ അലക്സി വിൽക്കുന്ന പുതിയ മരുന്നിൻ്റെ 2 സാമ്പിളും അവൾ സൂവിന് കൈമാറും. റെസ്റ്റോറൻറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ജ്യൂസിൽ അവരറിയാതെ ഈ മരുന്ന് കലർത്തും. ഒരിക്കൽ അത് ഉള്ളിൽ ചെന്നാൽ പിന്നെ ഇതില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയാകും. അപ്പോൾ കസ്റ്റമേഴ്സ് ഇവർ പറയുന്ന വലിയ വിലയ്ക്ക് ഈ മരുന്നുകൾ വാങ്ങാൻ തയ്യാറാവും. നോർത്ത് കൊറിയൻ കോൺസുലേറ്റിന് ഇതിൽ പങ്കുണ്ടെങ്കിലും ഇതിന് പിന്നിൽ ആരാണെന്ന് സിയൂണിന് അറിയില്ല. റഷ്യൻ ഗ്യാങ്സ്റ്റർ അലക്സിയെയും അവൾക്കറിയില്ല. റെസ്റ്റോറൻറ്റിലെ മാനേജർ ലേഡിയാണ് ഈ മരുന്നുകൾ ഇവിടുത്തെ വെയിട്രസിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. ഇതിനൊപ്പം ആ മാനേജർ ലേഡി പറഞ്ഞ ഒരു കാര്യവും സിയൂൺ സൂവിനെ അറിയിക്കും. സത്യസന്ധനായ ഏതെങ്കിലും നോർത്ത് കൊറിയൻ ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് റഷ്യയിലെത്തിയാൽ ഈ ബിസിനസ് നടത്തുന്ന ഉന്നതന്മാർ അയാളെ ഇല്ലാതാക്കിയ ചരിത്രമുണ്ട്. സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവിടുന്നൊരു സ്ത്രീയെ അങ്ങനൊരു ഉദ്യോഗസ്ഥൻ രക്ഷിച്ച് തിരികെ നോർത്ത് കൊറിയയിൽ എത്തിച്ചെന്നും അവരുടെ പേര് റിൻ എന്നാണെന്നും പറയുന്നത് കേട്ട് സൂഞ്ഞെട്ടും. റിന്നിന് അവനറിയാലോ, പക്ഷേ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവനിപ്പോൾ സിയൂണിനോട് പറയില്ല. റിൻ കൊടുത്ത ബ്രേസ്ലെറ്റ് ഇപ്പോഴും അവൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. തിരികെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനിറങ്ങിയ സിയൂണിന് നല്ല ഭംഗിയുള്ള ഗ്ലൗസ് സൂ പിറന്നാൾ സമ്മാനമായിട്ട് കൊടുക്കും. റെസ്റ്റോറൻറ്റിലെ മാനേജർ ലേഡിക്ക് സിയൂൺ അവൾക്ക് കിട്ടിയ സാധനങ്ങൾ കാണിച്ചു കൊടുക്കും. കസ്റ്റമേഴ്സ് കൊടുക്കുന്നതെല്ലാം ഇവരെ കാണിക്കണം, അങ്ങനൊരു റൂളുണ്ട്. അതിലൊരു പങ്ക് മാനേജർ ലേഡിക്കുള്ളതാണ്. അവരെല്ലാം നോക്കിയിട്ട് ഒന്നും എടുക്കാതെ ഇതെല്ലാം നീ തന്നെ വെച്ചോളാൻ പറയും. അകത്തേക്ക് കയറാൻ പോകുമ്പോഴാണ് അവിടെ ജിയോൺ കാത്തു നിൽക്കുന്നത് അവൾ കാണുന്നത്. മാനേജർ ലേഡി അവരെ തമ്മിൽ സംസാരിക്കാൻ വിട്ടിട്ട് ഒറ്റയ്ക്കകത്തേക്ക് പോകും.
സിയോൺ എന്തിനാണ് പുറത്തു പോയതെന്നും ഇവിടെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരായ സ്ത്രീകളെല്ലാം ഇങ്ങനെ പുറത്തു പോകാറുണ്ടെന്നും ജിയോണിനറിയാം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ നിന്നെ രക്ഷിക്കട്ടെ എന്ന് അവൻ ചോദിക്കും. എന്നാൽ അതിന് വലിയ ശ്രദ്ധ കൊടുക്കാതെ അവൾ അകത്തേക്ക് കയറിപ്പോകും. സിയോണിന്റെ അമ്മയ്ക്ക് വയ്യാതായതോടെയാണ് ഇവര് തമ്മിൽ ബ്രേക്കപ്പ് ആയത്. അതിനുശേഷവും ജിയോൺ അവളെ ഒരുപാട് അന്വേഷിച്ചിരുന്നു. പക്ഷേ അമ്മയുടെ ചികിത്സയ്ക്ക് പണം ഉണ്ടാക്കാനായിട്ടാണ് സിയോൺ ഇവിടെ വന്നത്. പിരിഞ്ഞെങ്കിലും രണ്ടുപേർക്കും ഇപ്പോഴും പരസ്പരം ഇഷ്ടമാണ്. ഇവർ സംസാരിക്കുന്നതെല്ലാം നോർത്ത് കൊറിയൻ കോൺസുലേറ്റിലെ ഒരു ഓഫീസർ മറഞ്ഞു നിന്ന് വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനത് ജനറലിന് അയച്ചു കൊടുക്കും. അത് കണ്ട് അയാൾ തിരിച്ചു വിളിക്കുമ്പോൾ ആ ശബ്ദം കേട്ട ജിയോണിന് അവനെ ആരോ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരാൾ ഓടിപ്പോകുന്നത് അവൻ കാണും. പക്ഷെ അത് ആരാണെന്ന് ജിയോണിന് മനസ്സിലാവില്ല. സിയോൺ പറഞ്ഞതനുസരിച്ച് നോർത്ത് കൊറിയൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ജിയോണിനെ ജനറലിനൊപ്പം ഒരു വീഡിയോയിൽ സൂ കാണുന്നത്. അവരുടെ ഡേറ്റാബേസിൽ ഒന്നും ജിയോൺ എന്നൊരു ഉദ്യോഗസ്ഥനെക്കുറിച്ച് ഒരു വിവരവുമില്ല. എന്നാൽ ഹോട്ടലിൻ്റെ CCTV പരിശോധിച്ച സൂവിന് അവൻ സിയോണിനൊപ്പം സംസാരിക്കുന്നത് കാണാൻ പറ്റും. ഇവർ തമ്മിൽ എന്ത് ബന്ധമാണെന്ന് എത്ര ആലോചിച്ചിട്ടും സൂവിന് മനസ്സിലാവില്ല. ഉടനെ അസിസ്റ്റന്റ് യൂജിൻ ആ വീഡിയോ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഇവർ തമ്മിൽ മുമ്പ് പ്രണയത്തിലായിരുന്നു, എന്തോ കാര്യം കൊണ്ട് പിരിഞ്ഞു, വളരെ നാൾ കഴിഞ്ഞ് ഇവിടെ വെച്ചാണിപ്പോൾ കണ്ടുമുട്ടിയതെന്ന് വളരെ നിസ്സാരമായിട്ട് പറയും. അമ്പടി യുജിനാക്കടി, ഇതുപോലെ ഒരാണും പെണ്ണും മിണ്ടിയാൽ കഥയുണ്ടാക്കുന്ന ഒരു സേച്ചി എൻ്റെ വീടിൻ്റെ അപ്പുറത്തുമുണ്ട്. പെട്ടെന്നാണവർ സിയൂണും ജിയോണും തമ്മിൽ സംസാരിക്കുന്നത് നോർത്ത് കൊറിയൻ കോൺസുലേറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ മറഞ്ഞു നിന്ന് വീഡിയോ എടുക്കുന്നത് കാണുന്നത്. ഇത് കണ്ട സൂവിനും യുജീനും സിയൂണിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാവും. മിക്കവാറും സിയൂണിന് സൗത്ത് കൊറിയയുമായി ബന്ധമുണ്ടെന്ന് നോർത്തിന് മനസ്സിലായി കാണും. അതുകൊണ്ടായിരിക്കും രഹസ്യമായി അവരവളെ നിരീക്ഷിക്കുന്നതെന്ന് സൂവിന് തോന്നും. എന്നാൽ നോർത്ത് കൊറിയൻ ജനറൽ അവളെ നിരീക്ഷിക്കാൻ കാരണം അവൾക്കും ജിയോണിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അത് മനസ്സിലാക്കിയാൽ ജിയോൺ ജനറലിനെതിരെ എന്തെങ്കിലും കണ്ടെത്തിയാൽ സിയൂണിനെ വെച്ച് അവനെ പൂട്ടാൻ പറ്റും. സിയൂണിനെ ഓർത്ത സൂവിന് എത്രയും പെട്ടെന്ന് അവളെ നോർത്ത് കൊറിയക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന് തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ റിന്നിൻ്റെ അതേ അവസ്ഥയായിരിക്കും സിയൂണിൻ്റേതും. എന്നാൽ യുജീന് ഇതിനോടൊന്നും അത്ര താല്പര്യമില്ല. എടുത്തു ചാടി എന്തേലും ചെയ്താൽ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി തീരുമെന്ന് അവൾ ഉപദേശിക്കും. എന്നാൽ ഇതൊന്നും പാവം സിയോൺ അറിയുന്നില്ല. അവളാണേൽ സൂ കൊടുക്കുന്ന പൈസയെല്ലാം സാനിറ്ററി നാപ്കിനകത്ത് പൊതിഞ്ഞിട്ട് അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് സൂക്ഷിച്ചു വെക്കും. രാത്രി കിടന്നിട്ടും അവൾക്ക് ജിയോണിനെ ഓർത്ത് ഉറക്കം വരില്ല. അവനെ ഓർത്ത് രാത്രിയിൽ ഉറങ്ങാതെ പുറത്തിറങ്ങി നിൽക്കുന്ന സിയോണിൻ്റെ അടുത്തേക്ക് മാനേജർ ലേഡി വരും. അവർ വിചാരിക്കുന്നത് സിയൂണും റഷ്യക്കാരനും തമ്മിൽ പ്രണയത്തിലായിരിക്കും. അവൾ അയാളെക്കുറിച്ച് ഓർത്തായിരിക്കും ഉറങ്ങാതിരിക്കുന്നതെന്ന് കരുതും. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെങ്കിൽ റെസ്റ്റോറൻറ്റിലെ ഈ വൃത്തികെട്ട ജോലി ഉപേക്ഷിച്ചിട്ട് ആ റഷ്യക്കാരനൊപ്പം വേറെ എവിടെയെങ്കിലും പോയി സന്തോഷമായി ജീവിക്കാൻ അവളെ ഉപദേശിക്കും. അവർ പോയതും സിയൂൺ അവളുടെ ഫോണിലെ വാൾപേപ്പറിലേക്ക് നോക്കും. അത് പണ്ട് ഇവർ തമ്മിൽ പ്രണയത്തിലായിരിക്കുമ്പോൾ എടുത്ത ഒരു സെൽഫിയാണ്. ജിയോണിൻ്റെ ഫോണിലുള്ളതും ഇതേ ഫോട്ടോ തന്നെയാണ്. ജിയോണിൻ്റെ മുറിയിൽ ജനറൽ ആരും അറിയാതെ ഒരു രഹസ്യ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ അവൻ എന്തൊക്കെ ചെയ്താലും അയാൾക്കറിയാൻ പറ്റും. അതും പോരാഞ്ഞ് ജനറൽ സിയൂണിനെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവൾ റഷ്യക്കാരൻ്റെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിനകത്തേക്ക് നോക്കി യാത്ര പറയുന്നത് ശ്രദ്ധിച്ച ജനറലിന് ആ മുറിയിൽ മറ്റാരോ ഉണ്ടാകുമെന്ന് മനസ്സിലാവും. കാരണം റഷ്യക്കാരൻ ആ സമയത്ത് അവളുടെ കൂടെ പുറത്തു നിൽപ്പുണ്ട്. അതോടെ അയാൾക്ക് സിയൂണിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നും. അത് ഉറപ്പിക്കാനായിട്ട് അയാൾ കോൺസുലേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞയച്ച് അവർ താമസിപ്പിക്കുന്ന ഹോട്ടലിൽ അന്വേഷിക്കും. ജിയോണിനോട് എത്രയും പെട്ടെന്ന് കോൺസുലേറ്റിലേക്ക് ചെല്ലാൻ ജനറൽ ആവശ്യപ്പെടും. കാര്യമറിയാതെ അവിടെ എത്തിയ ജിയോണിനെ അയാൾ റഷ്യക്കാരനൊപ്പം നിൽക്കുന്ന സിയൂണിൻ്റെ വീഡിയോ കാണിച്ചിട്ട്, ഞാൻ ആദ്യം കരുതിയത് നീ എന്നെ കൊടുക്കാനായിട്ടാണ് ഇവിടെ വന്നതെന്നായിരുന്നു, ഇപ്പോഴാണ് രാജ്യദ്രോഹിയായ പഴയ കാമുകിയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ് എന്ന സത്യം മനസ്സിലായതെന്ന് പറയും. ഇത് കേട്ടിട്ടും ജിയോണിനൊന്നും മനസ്സിലാവത്തില്ല. ഉടനെ അയാൾ വിശദമായിട്ട് സിയൂണിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. റഷ്യക്കാരനും അവളും തമ്മിലുള്ള ബന്ധത്തിൽ സംശയം തോന്നി ഹോട്ടലിൽ പോയി അന്വേഷിക്കുമ്പോഴാണ് അവരെടുക്കുന്ന മുറിയോട് ചേർന്ന് സൗത്ത് കൊറിയയിലെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥൻ സൂവും അവൻ്റെ അസിസ്റ്റൻ്റ് യൂജിനും തൊട്ടടുത്ത് മുറിയെടുക്കുന്ന കാര്യം അറിയുന്നത്. ആ മുറികൾ തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും.
കഴിഞ്ഞ 4 മാസമായിട്ട് തുടർച്ചയായി ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതിനർത്ഥം സൗത്ത് കൊറിയയുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്. അവള് സൗത്ത് കൊറിയൻ സ്പൈ ആണ്. നോർത്ത് കൊറിയയിലെ രഹസ്യങ്ങളെല്ലാം അവള് സൗത്ത് കൊറിയയ്ക്ക് ചോർത്തി കൊടുക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ജിയോൺ ഉൾപ്പെടെയുള്ള കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ജനറൽ റെസ്റ്റോറൻറ്റിലേക്ക് വിടും. ഇത് റെസ്റ്റോറൻറ്റിലെ CCTV വിഷ്വൽസ് ഹാക്ക് ചെയ്ത സു കാണുന്നുണ്ടായിരുന്നു. അവനുടനെ യുജിനെ വിളിച്ച് ഈ കാര്യം അറിയിക്കും. എന്നിട്ട് അവൻ വേഗം റെസ്റ്റോറൻറ്റിനടുത്തേക്ക് ചെല്ലും. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ റെസ്റ്റോറൻറ്റ് മൊത്തം പരിശോധിക്കുമ്പോൾ ജിയോണ് പരിശോധിക്കാനെന്ന വ്യാജേനെ സിയൂണിനെ അടുത്തേക്ക് വിളിച്ചിട്ട്, നീ എന്തൊക്കെയാണ് ചെയ്തു വച്ചിരിക്കുന്നത്? നീയും സൗത്ത് കൊറിയയിലെ ആളുകളുമായിട്ട് എന്താണ് ബന്ധം? സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ സഹായിക്കാം. ഇനി അഥവാ ഇവർ നിന്നെ ചോദ്യം ചെയ്താലും നീ ഒന്നും തുറന്നു പറയാൻ നിൽക്കണ്ട. ഇവര് രാജ്യദ്രോഹ കുറ്റം ചുമത്തി നിന്നെ ജയിലിലടയ്ക്കും. അതുകൊണ്ട് രക്ഷപ്പെടാനായിട്ട് നീ സൗത്ത് കൊറിയക്കാരെ കണ്ടത് ഞാൻ പറഞ്ഞിട്ടാണ്, എനിക്ക് വേണ്ടിയാണ് നീ അവരുടെ രാജ്യത്തെ രഹസ്യങ്ങൾ ചോർത്തിയത് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ സിയൂണിൻ്റെ മുറി പരിശോധിച്ച ഉദ്യോഗസ്ഥർക്ക് അവള് സാനിറ്ററി നാപ്കിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന പൈസ കിട്ടും. ഉടനെ ജിയോൺ അവളെ സപ്പോർട്ട് ചെയ്യാനായി ശ്രമിച്ചതും സിയൂൺ അവനെ തടയും. സിയൂണിനെ വിശദമായിട്ട് ചോദ്യം ചെയ്യാനായി അവളെ നോർത്ത് കൊറിയൻ കോൺസുലേറ്റിലേക്ക് കൊണ്ടുപോകും. അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും സു കാണുന്നുണ്ട്. സിയൂണിനെ ജിയോണിൻ്റെ സാന്നിധ്യത്തിലാണ് ജനറൽ ചോദ്യം ചെയ്യുന്നത്. അയാൾ പതിവ് പോലെ ഒരു കെട്ട് പേപ്പറും പേനയും എടുത്തു കൊടുത്തിട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതാൻ ആവശ്യപ്പെടും. അവൾ എഴുതി കൊടുത്തതും വീണ്ടും പേപ്പർ കൊടുത്തിട്ട് ഒന്നുകൂടി എഴുതാൻ പറയും. ഈ സമയം സു ആണിൽ അവിടുത്തെ CCTV ഹാക്ക് ചെയ്തിട്ട് സിയൂണിനെ ചോദ്യം ചെയ്യുന്നത് കേൾക്കും. സിയൂൺ 2 തവണയും എഴുതിയതെല്ലാം ശരിയായിരുന്നു. പക്ഷേ ജനറൽ നിസ്സാരം 1-2 കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ കണ്ടുപിടിച്ചിട്ട് വീണ്ടും ആദ്യം മുതൽ എഴുതാൻ ആവശ്യപ്പെടും. ഇതിനിടയിൽ അവൾക്ക് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും അയാൾ വെള്ളം പോലും കൊടുക്കത്തില്ല. വീണ്ടും അവളെ കൊണ്ട് 7 തവണ കൂടെ എഴുതിപ്പിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ജിയോൺ അവിടെ ഉണ്ടെങ്കിലും സിയൂൺ ചെയ്തത് രാജ്യദ്രോഹ കുറ്റമായോണ്ട് അവനും ഇതിനെയൊന്നും എതിർക്കാൻ പറ്റുന്നില്ലായിരുന്നു. സു കൊടുത്ത ഗ്ലൗസും ജനറൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചും അവളോട് ചോദിക്കും. ഇതെല്ലാം സു കേൾക്കുന്നുണ്ടല്ലോ. സിയൂണിനെ രക്ഷിക്കാനായിട്ട് അവൻ നോർത്ത് കോൺസുലേറ്റിലേക്ക് കയറിയാൽ അത് പിന്നെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് മാറും. ഇവിടുത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അവളെ തുടർ വിചാരണ ചെയ്യാനായിട്ട് നേരെ നോർത്ത് കൊറിയയിലേക്ക് കയറ്റി അയക്കാനായി ജനറൽ കൊണ്ടുപോകും. ഒപ്പം ചെല്ലാൻ ശ്രമിച്ച ജിയോണിനെ അയാൾ തടയും. നിനക്കിതിൽ പങ്കുണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തൽക്കാലം നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ജനറൽ വണ്ടിക്കകത്തേക്ക് കയറും. ഉടനെ ജിയോണ് സിയൂണിൻ്റെ അടുത്ത് ചെന്നിട്ട്, സൗത്ത് കൊറിയയിലെ ആ 2 ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടുപിടിച്ചിട്ട് നിന്റെ നിരപരാധിത്വം തെളിയിക്കും. ജിയോണിന് ജനറൽ അവളെ ഉടനെ നാട്ടിലേക്ക് വിടുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നിന്നെ ഇവർ എവിടെ കൊണ്ടുപോയാലും ഞാൻ നിന്നെ തേടി അവിടെ വന്നിരിക്കും. എന്തിൻ്റെ പേരിലായാലും ഇനി നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യാന്ന് പറയുമ്പോൾ സിയൂണിന് ജിയോണിനെ ഇതിലേക്ക് വലിച്ചിടാൻ ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് എൻ്റെ പിന്നാലെ വരാൻ നിൽക്കണ്ട, നീ നിന്റെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞ് അവൾ കാറിലേക്ക് കയറും. സിയൂണിനെ കൊണ്ടുപോകുന്ന ജനറലിൻ്റെ വാഹനത്തെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ സു പിന്തുടരും. ജനറൽ പോയതും ജിയോൺ സിയൂണിനെ സംശയമുണ്ടായിരുന്നില്ല, നിങ്ങളത് ആദ്യം എന്നെ അല്ലായിരുന്നോ അറിയിക്കേണ്ടതെന്ന് ചോദിച്ച് അവിടെ നിന്ന കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരോട് ദേഷ്യപ്പെടും. ഇവന്മാരെല്ലാം ശരിക്കും ആ ജനറലിൻ്റെ ആൾക്കാരാണ്. ഇവരുടെ കയ്യിൽ നിന്ന് സുവിൻ്റെ ഡീറ്റെയിൽസ് അവൻ വാങ്ങിക്കും. സിയൂണിനെ കൊണ്ട് ജനറൽ പോകുന്നത് പോർട്ടിനടുത്തേക്കാണ്. നേരത്തെ റിന്നിനെ ഈ പോർട്ടിനടുത്ത് വെച്ചാണ് റഷ്യക്കാരി പിടിച്ചുകൊണ്ടുപോയത്. സൂവും ആ വണ്ടിയെ പിന്തുടർന്ന് ഒരവസരം കിട്ടുവാണെങ്കിൽ സിയോണിനെ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഉറപ്പിച്ചിട്ട് പിന്നാലെയുണ്ട്. സിയോൺ കരുതിയിരിക്കുന്നത് അവളെ ജനറൽ തിരിച്ച് നോർത്ത് കൊറിയയിലേക്ക് കയറ്റിവിടാൻ പോവുകയാണെന്നാണ്. എന്നാൽ ജനറൽ അവളെ പോർട്ടിനടുത്തേക്ക് കൊണ്ടുപോയെങ്കിലും അതുവഴി റഷ്യക്കാരനായ മാഫിയ തലവൻ അലക്സിക്ക് കൈമാറാനാണ് കൊണ്ടുപോകുന്നത്. അവൻ നോർത്ത് കൊറിയൻ സ്ത്രീകളെ സെക്സ് വർക്കിനായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. നോർത്ത് കൊറിയൻ ഉദ്യോഗസ്ഥന്മാർ തന്നെ സ്വന്തം രാജ്യത്തെ സ്ത്രീകളെ റഷ്യക്കാർക്ക് കൈമാറുന്നു. ഇതെല്ലാം മറഞ്ഞിരിക്കുന്ന സു അവൻ്റെ ക്യാമറയിൽ പകർത്തും. സിയൂണിനെ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനറൽ അലക്സിയോട് ആരും അറിയാതെ ബ്രോക്കർ കുട്ടപ്പൻ്റെ ബോഡി ഡംപ് ചെയ്യാൻ അവൻ സഹായിച്ചതിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് സിയൂൺ എന്ന് അയാൾ പറയും. ഇത് കേൾക്കുമ്പോഴാണ് സിയൂണിന് അപകടം മനസ്സിലാവുന്നത്. അലക്സിക്ക് ബ്രോക്കർ കുട്ടപ്പൻ ഇല്ലാതായോണ്ട് അവൻ്റെ ബിസിനസ് അല്പം നഷ്ടത്തിലാണ്. അതും പറഞ്ഞവൻ ദേഷ്യപ്പെടും.
ഇത് കേട്ട ജനറൽ എന്ത് ചെയ്യാനാ, ഹരിചന്ദ്രന്റെ കുഞ്ഞമ്മയുടെ മോനൊരുത്തൻ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നോർത്ത് കൊറിയയിൽ നിന്നും വന്നിട്ടുണ്ട്. അവൻ വന്ന ദിവസം തന്നെ കുട്ടപ്പനെ പിടിച്ചു. സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ കുട്ടപ്പനെ ഇല്ലാതാക്കിയാലേ പറ്റത്തുള്ളായിരുന്നു. ആ സത്യസന്ധനെ ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് വിടാനുള്ള ടിക്കറ്റ് റെഡിയാക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട സിയൂണ് ഞെട്ടിപ്പോകും. അവിടുന്ന് സിയൂണിനെ കൊണ്ട് പോകുന്ന അലക്സിയുടെ വാഹനത്തിന് പിന്നാലെയും സൂവും പോവും. ഇതിനിടയ്ക്ക് യൂജിന് അവനെടുത്ത ഫോട്ടോകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ജിയോണ് സൂവിൻ്റെ ഓഫീസിനടുത്തേക്ക് ചെല്ലും. അകത്ത് യുജീനാണെങ്കിൽ സൂ അയച്ച ഫോട്ടോകൾ ഫയലിലാക്കിയിട്ട് അത് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ്. സൂ ആരും കാണാതെ സിയൂണിനെ കൊണ്ടുപോയെടുത്തേക്ക് മതിൽ ചാടി അകത്ത് കടക്കും. അപ്പോഴാണ് അവൻ അലക്സിയുടെ ആളുകൾ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് പെട്ടികളിലാക്കിയിട്ട് പെൺകുട്ടികളെ ആവശ്യക്കാർക്ക് വിൽക്കുന്നത് കാണുന്നത്. അവൻ അതും ഫോട്ടോ എടുക്കുന്നുണ്ട്. കെട്ടിടത്തിനകത്തേക്ക് കയറിയ സിയൂണ് അവിടെ ഒരു വലിയ മുറിയിൽ കണ്ണാടി പെട്ടിക്കകത്ത് നോർത്ത് കൊറിയൻ യുവതികളെ വിൽപ്പനച്ചരക്കായിട്ട് വെച്ച് റാങ്ക് ഇട്ട് വില പേശി വിൽക്കുന്നത് കണ്ട് അന്തം വിടും. ഓഫീസിനകത്ത് കയറിയ ജിയോൺ യുജീനെ ആക്രമിക്കും. സിയൂണിന് അപകടം പറ്റാൻ കാരണം ഈ സൗത്ത് കൊറിയക്കാരായോണ്ട് ആ ദേഷ്യം അവനുണ്ട്. പിന്നവിടെ ഒരു ഫൈറ്റാണ്. എന്നാൽ ജിയോൺ യുജീനെ കീഴ്പ്പെടുത്തി സൂവിനെ വിളിക്കും. അവനാണേൽ ആരും കാണാതെ ആ കെട്ടിടത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യുജീൻ്റെ കോള് കണ്ട് അതെടുക്കുന്ന സൂവിന് സംസാരിക്കുന്നത് അന്നവർ ക്യാമറയിൽ കണ്ട സിയൂണിൻ്റെ കാമുകനാണെന്ന് മനസ്സിലാവും. ഉടനെ അവൻ ജിയോണിനോട് സിയൂൺ അപകടത്തിലാണ്, സംശയമുണ്ടെങ്കിൽ യുജീൻ അവൻ അയച്ച ഫോട്ടോകൾ നോക്കാൻ ആവശ്യപ്പെടും. ഫോട്ടോകൾ കണ്ട് ജിയോൺ ഞെട്ടി നിൽക്കുമ്പോൾ സൂ പുതിയതായി എടുക്കുന്ന സെൽഫികൾ വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരിക്കും. ജനറല് ജിയോണിനെ കൂടി കൊടുക്കാനായിട്ട് സിയൂൺ ജോലി ചെയ്ത റെസ്റ്റോറൻറ്റിലെ ആ മാനേജർ ലേഡി ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളെ ഭീഷണിപ്പെടുത്തി നിർബന്ധിപ്പിച്ച് അവനെതിരെയും സിയൂണിനെതിരെയും മൊഴി പറയിപ്പിച്ച് റെക്കോർഡ് ചെയ്യിക്കും. ജനറൽ ഇപ്പോൾ മാനേജർ ലേഡിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പറയിപ്പിക്കുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, സിയൂണ് അവിടെ വരുന്ന ഒരു കസ്റ്റമറിനൊപ്പം ആരും അറിയാതെ ഒളിച്ചോടിപ്പോയി. ഏത് രാജ്യത്തിലേക്കാണ് പോയതെന്നോ ആർക്കൊപ്പമാണോ പോയതെന്നോ ആർക്കും അറിയത്തില്ല. പക്ഷെ പോയി, അത്ര തന്നെ. ഇതുകൂടാതെ സിയൂണിന് സൗത്ത് കൊറിയൻ ഉദ്യോഗസ്ഥരുമായും ബന്ധമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവളുടെ പഴയ കാമുകൻ ജിയോണിനും അറിവുണ്ടായിരുന്നു. സിയൂൺ സൗത്ത് കൊറിയൻ സ്പൈ ആണെന്ന് സംശയം തോന്നിയ മാനേജർ ലേഡി അതിനെക്കുറിച്ച് അവളോട് ചോദിച്ചപ്പോൾ ജിയോൺ അതിലിടപെടുകയും ഈ ലേഡിയെ ഇത് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സൗത്ത് കൊറിയ സിയൂണിനും ജിയോണിനും പൈസകൾ കൊടുത്ത് രഹസ്യം ചോർത്തുകയാണ്. ഇതൊക്കെയാണ് ജനറൽ എഴുതിയ തിരക്കഥ. ഇനി അവർക്ക് ഈ പേരും പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജിയോണിനെയും അറസ്റ്റ് ചെയ്യാം. അലക്സി സിയോണിന് ഒരു വെള്ള ഗൗണ് കൊടുത്തിട്ട് അവിടെയുള്ള ഒരു സ്ത്രീയോട് അവളെ ഒരുക്കാൻ ആവശ്യപ്പെടും. എന്നിട്ട് അവളെ ഈ A+ ഗ്ലാസ് മുറിയിൽ കയറ്റി വലിയ വിലയ്ക്ക് കൈമാറാനാണ് അവൻ്റെ പ്ലാൻ. ഇനിയും എന്തേലും ചെയ്തില്ലേൽ ശരിയാവില്ലെന്ന് മനസ്സിലായ സിയൂൺ ഒരുക്കാൻ വന്ന സ്ത്രീ മുഖം നോക്കാൻ വെച്ചിരിക്കുന്ന കണ്ണാടി താഴെയിട്ട് പൊട്ടിച്ച് അത് അലക്സിക്ക് നേരെ നീട്ടും. ജിയോണിനെ നിരീക്ഷിക്കാനായിട്ട് ജനറൽ രഹസ്യമായി ഒരു ഉദ്യോഗസ്ഥനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ജനറലിനെ വിളിച്ചിട്ട് ജിയോൺ സിയൂണിനെ കൊണ്ടുപോയ ആ റഷ്യക്കാരുടെ താവളത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയിക്കും. ഇതേ സമയം ഗ്ലാസ് കഷ്ണം ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്ന സിയൂണിനടുത്തേക്ക് അലക്സി വന്നിട്ട് വളരെ നിസ്സാരമായി ആ ഗ്ലാസ് പിടിച്ച് വാങ്ങിയിട്ട് അവളുടെ ദേഹത്തേക്ക് മരുന്ന് കുത്തിവെക്കും. അതോടെ സിയൂണിന് ബോധം നഷ്ടമാകാൻ തുടങ്ങും. അപ്പോഴേക്കും ഒരുവിധം സു ആ കെട്ടിടത്തിനകത്തേക്ക് കയറും. വാതിൽ കടന്ന് അയാൾ നേരെ ചെല്ലുന്നത് കാവൽ നിൽക്കുന്ന റഷ്യക്കാരുടെ വായിലേക്കാണ്. പെട്ട് 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 ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഒന്നും നോക്കാതെ എല്ലാത്തിനെയും ചന്നം ഭിന്നം വെടിവെച്ചിടും. ജനറൽ ഇതേ സമയം ജിയോൺ അവിടേക്ക് വരുന്നുണ്ടെന്ന കാര്യം അലക്സിയെ വിളിച്ചു പറയും. ഈ പുറത്തെ വെടിശബ്ദം കേട്ട അലക്സി അത് ജിയോൺ വന്നതാണെന്ന് കരുതും. മരുന്ന് കുത്തിവെച്ചെങ്കിലും സിയോണിൻ്റെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അവൾ ഒരു വിധത്തിൽ താഴെ കിടക്കുന്ന കണ്ണാടി എടുക്കാൻ നോക്കുന്നുണ്ട്. ജിയോൺ ആണേൽ മതിലൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് റഷ്യക്കാരുടെ ആ കെട്ടിടത്തിനകത്തേക്ക് കയറും. സിയൂണ് ഒരു വിധത്തിൽ താഴെ കിടക്കുന്ന കണ്ണാടി എടുത്ത് അവിടെ കാവലിൽ നിന്ന് ഒരാളെ ആക്രമിക്കും. ഉടനെ ഇത് കണ്ട ബ്യൂട്ടീഷ്യൻ അവളെ തടയുമ്പോൾ ബ്യൂട്ടീഷ്യൻ അവളെ തടയുമ്പോൾ അവരെ തട്ടിമാറ്റി അവിടെ കിടക്കുന്ന തോക്കെടുത്ത് സിയൂൺ അവൾക്കിട്ട് രണ്ടു പൊട്ടിക്കും. സൂ ആണേൽ അകത്തൊരു ദീപാവലി വൈബിലാണ്. അപ്പോഴാണ് അവൻ്റെ ശ്രദ്ധ അവിടെ ഒരു മുറിയിൽ കണ്ണാടിപ്പെട്ടികളിൽ പൂട്ടിയിട്ടിരിക്കുന്ന നോർത്ത് കൊറിയൻ യുവതികളിൽ പതിയുന്നത്. അവിടെ തന്നെ സിയൂണും ഉണ്ട്. ഇതിനിടെ അവിടേക്ക് പുറത്തു നിന്ന് റഷ്യക്കാരെ ഒതുക്കി ജിയോണും അകത്തേക്ക് വരും.
ആ സമയത്തും രണ്ടും കൂടെ പരസ്പരം തോക്കു ചൂണ്ടി വെല്ലുവിളി നടത്തുന്നുണ്ട്. അപ്പോഴേക്കും ബഹളം കേട്ട് കൂടുതൽ റഷ്യക്കാർ ഇവരെ നിൽക്കുന്നിടത്തേക്ക് വരും. അതുകൊണ്ട് തൽക്കാലം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പൊതുശത്രുവായ റഷ്യക്കാർക്ക് നേരെ തിരിയും. ഇതിനിടെ സിയോൺ നോർത്ത് കൊറിയൻ സ്ത്രീകൾ കിടക്കുന്ന കണ്ണാടി മുറികളുടെ ആ പൂട്ട് തകർത്ത് എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിക്കും. റഷ്യക്കാരുമായിട്ടുള്ള ഫൈറ്റിൽ ജിയോണിനും സൂവിനും രണ്ടുപേർക്കും വെടിയേക്കുന്നുണ്ട്. പെട്ടെന്ന് അടുത്ത് കിടക്കുന്ന റഷ്യക്കാരൻ വെടിയേറ്റ് വീഴുന്നത് കണ്ട് നോക്കിയ ജിയോൺ കാണുന്നത് തോക്കുമായിട്ട് നിൽക്കുന്ന സിയോണിനെയാണ്. അവളും അവനെ കാണും. ജിയോണും സൂവും ഒന്നിച്ചു നിന്ന് റഷ്യക്കാരെ നേരിടും. ഇടയ്ക്ക് ജിയോണും അലക്സിയും തമ്മിൽ വമ്പം ഫൈറ്റ് ഉണ്ടായിട്ട് ജിയോണിന്റെ മുഖം പൊള്ളാതെ സൂവാണ് അവനെ രക്ഷിക്കുന്നത്. എന്നിട്ട് അവർ രണ്ടും കൂടെ ചേർന്ന് അലക്സിയെ നേരിടും. സൂ ഇല്ലായിരുന്നെങ്കിൽ ജിയോണ് ചിലപ്പോൾ പടവായേനെ. അലക്സിയെ തീർത്ത ശേഷം ജിയോണ് നേരെ സിയോണിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് സ്നേഹത്തോടെ അവൻ്റെ ആ കോട്ടൂരി അവക്ക് കൊടുക്കും. അപ്പോഴാണ് ജിയോണിൻ്റെ കയ്യിലെ മുറിവ് സിയോൺ കാണുന്നത്. അവളുടനെ അവളുടെ ആ ഗൗൺ കീറി അത് കയ്യിൽ കെട്ടിക്കൊടുക്കും. ഈ സ്നേഹപ്രകടനം എല്ലാം കണ്ടിട്ട് സൂ അവിടെ നിൽപ്പുണ്ട്. അയാൾക്കാണെ വെടിയേറ്റിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കാനില്ല. പാവം. രക്ഷിച്ച മുഴുവൻ സ്ത്രീകളുമായിട്ട് ജിയോണും സൂവും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ ഒളിച്ചിരിക്കുന്ന ജനറൽ അവർക്ക് നേരെ വെടിവെക്കുന്നത്. ഈ സമയം തന്നെ യുജീനും അവിടേക്ക് വരും. അവളെ സംബന്ധിച്ച് ജിയോണും ജനറലും രണ്ടുപേരും ശത്രുരാജ്യത്തിൻ്റെ ആൾക്കാരാണ്. ജിയോൺ ആണെങ്കിൽ നേരത്തെ അവളെ ആക്രമിക്കുകയും ചെയ്തിരുന്നല്ലോ. പിന്നെ ഒരു 10-20 മിനിറ്റ് മുട്ടം ഫൈറ്റാണ്. ഒടുവിൽ ജിയോൺ ജനറലിൽ നിന്നും ബാക്കിയുള്ളവരെ രക്ഷിക്കാനായിട്ട് തോക്കുമായിട്ട് അയാളുടെ നേരെ ചെല്ലും. ജനറൽ വെടിവെക്കുമെന്നുള്ള കാര്യം ജിയോണിനറിയാം. ജനറലിൻ്റെ വെടിയേറ്റ് വീഴുന്ന അവനെ രക്ഷിക്കാൻ പറഞ്ഞ് സിയോൺ കരയുന്നുണ്ട്. സൂവിനും അന്നേരം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിലും ഒരു വിധത്തിൽ അവൻ ജനറലിനെ വെടിവെച്ചിടും. മരിക്കുന്നതിന് മുമ്പ് ജിയോൺ സൂവിൻ്റെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറയുന്നുണ്ട്. എന്നിട്ട് അവൻ സിയോണിൻ്റെ മടിയിൽ കിടന്നാണ് മരിക്കുന്നത്. പാവം ജിയോൺ മരിക്കണ്ടായിരുന്നല്ലേ. എന്തായാലും വന്ന മിഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് സൂവും യുജിനും തിരികെ സൗത്ത് കൊറിയയിലേക്ക് പോയി അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. റിപ്പോർട്ട് കൊടുത്തിറങ്ങിയ സൂവിനോട് യുജീൻ അന്ന് ജിയോൺ രഹസ്യമായിട്ട് ചെവിയിൽ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കും. അതിനയാൾ അവൻ എന്നെ തെറ്റിദ്ധരിച്ചായിരുന്നല്ലോ, അതിനൊരു സോറി പറഞ്ഞതാണെന്ന് പറഞ്ഞ് കൂടുതലൊന്നും പറയാതെ മുൻപോട്ട് നടക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ആവശ്യപ്പെട്ടത് സിയോണിനെ നോർത്ത് കൊറിയക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്നായിരുന്നു. ജിയോണിൻ്റെ ആഗ്രഹപ്രകാരം സു ആരും അറിയാതെ മറ്റൊരു ഐഡൻറ്റിറ്റിയിൽ സിയോണിനെ സൗത്ത് കൊറിയയിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇതും കാണിച്ച് 2026 റിലീസ് ചെയ്ത ഹ്യൂമിൻ്റ് എന്ന ഈ സിനിമയ്ക്ക് കർട്ടൻ വീഴുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു സിനിമയുമായി കാണാം. ടാറ്റാ.